നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് നിലമ്പൂർ നിവാസികൾക്കുള്ളത്. വയനാട് ലോക്സഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ മറ്റൊരു തെരഞ്ഞെടുപ്പിനെ കൂടി അഭിമുഖീകരിക്കേണ്ടി വരുന്നതിൽ പ്രതിഷേധത്തിലാണിവർ. നാട്ടുകാരുടെ പ്രതികരണം കാണാം. ശിവദാസ് കനമന തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. PV അൻവർ MLA ഇന്ന് രാജിവെച്ചിരിക്കുന്നു. രാജികത്ത് സ്പീക്കർക്ക് കൈമാറിയിട്ടുണ്ട്. ഇനി ഔദ്യോഗിക പ്രഖ്യാപനം വരാനുണ്ട്. നിലമ്പൂരിലുള്ള ജനങ്ങളെ സംബന്ധിച്ച് ഇത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. കാരണം വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഇനി നിലമ്പൂർ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നു. അതുകൊണ്ട് തന്നെ നിലമ്പൂരിലെ ജനങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം തന്നെയാണ് ഇക്കാര്യത്തിൽ ഉള്ളത്. കുറേ ആളുകൾ PV അൻവർ MLA സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. പക്ഷേ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് തന്നെ അതിനെ എതിർത്തും പല ആളുകൾ സംസാരിക്കുന്നുണ്ട്. കാരണം ആളുകളെ സംബന്ധിച്ച് തുടർച്ചയായി ഇങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. വയനാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി വരാൻ സാധ്യത ഉണ്ട് നിലമ്പൂരിൽ. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? നിലമ്പൂരിൽ ഇപ്പോൾ നിലവിലുള്ള MLA PV അൻവർ രാജിവെച്ചു ഇന്ന് രാവിലെ. അപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിന് എന്തായാലും വേണമല്ലോ, 1.5 വർഷക്കാലം സമയമുണ്ട്. ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കും. അത് നിലമ്പൂരിന് ഒരു MLA ആവശ്യമാണല്ലോ. ഇപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു MLA ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയില്ലാതെ രാജിവെച്ചു പോയി. അപ്പോൾ എന്തായാലും നിലമ്പൂർ വികസന കാര്യങ്ങൾ നടത്തണമെങ്കിൽ ഒരു MLA ആവശ്യമാണല്ലോ. നിലമ്പൂരിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ജനങ്ങൾക്ക് പല ആവശ്യങ്ങളുണ്ടാവും സ്വാഭാവികമായിട്ടും. അപ്പോൾ ഇവരെ MLA കാണണമെങ്കിൽ MLA എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ 6 മാസത്തിനുള്ളിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരും. ഇത് മാത്രമല്ല, ഇപ്പോൾ രണ്ടാമത്തെ ഒരു ഉപതെരഞ്ഞെടുപ്പും കൂടി അടുപ്പിച്ച് വരാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടും കൂടി ഉണ്ടാക്കുന്നില്ലേ? തീർച്ചയായും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ളതാണ്. ഇപ്പോൾ ഇത് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് പാർലമെൻറ്റിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഇനി നിലമ്പൂർ നിയമസഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത് ജനങ്ങൾ കൃത്യമായി ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ളതാണ്. ജനങ്ങൾക്ക് ജോലിക്കും കൂലിക്കും പോകാൻ സമയമില്ലാതെ തെരഞ്ഞെടുപ്പും മറ്റു കാര്യങ്ങളും ആയി പോകുന്നൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഇങ്ങനെ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അവരെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ PV അൻവറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നാണ് നാട്ടുകാരുടെ എല്ലാം പ്രതികരണം. കാരണം വയനാട് സാധാരണ ഒരു തെരഞ്ഞെടുപ്പ്, അതിനുശേഷം വീണ്ടും വയനാട് പാർലമെൻറ്റ് ഇലക്ഷനിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ്, വീണ്ടും നിലമ്പൂർ അതിനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നു. PV അൻവർ MLA രാജിവെച്ചു. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ ഒരു പ്രതികരണം? എന്താണ്? ആദ്യം പ്രകടനം നടത്തിയ മാതിരി ഒരു 50 ആളെയും കൊണ്ടൊരു പ്രകടനം നടത്തട്ടെ, എന്നിട്ട് അൻവർ പറയട്ടെ. ഇവിടെ ഒന്നുമല്ല അൻവർ, അത്രേ ഉള്ളൂ. എന്താണ് പറയാനുള്ളത്? തൊട്ടടുത്ത് വേറെ ആളും ഇവിടെ MVR-ഉം ഗൗരിയമ്മയും ഈ പാർട്ടിയിൽ പോയിട്ടേ അവർ വിചാരിച്ചിട്ട് ഈ രോമം പോലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് PV അൻവർ അവൻ ആരാ പോയി പണി നോക്കാൻ പറയാമല്ലോ. PV അൻവറിൻ്റെ ഒരു സ്വാധീനം കൂടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ CPM-ൻ്റെ സ്വാധീനം കൊണ്ട് ജയിച്ചാണ് അവന്. ബുദ്ധിമുട്ട് തന്നെയാണ് ഉള്ളത്. കാരണം PV അൻവറിനെ സംബന്ധിച്ച് അദ്ദേഹം വീണ്ടും ഒരു മത്സരിക്കാൻ സാധ്യതയില്ല. അദ്ദേഹം ഈ നിയമസഭയിൽ അത്ര അനിവാര്യൻ അല്ല എന്നാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉള്ള ഒരു പ്രതികരണം. അദ്ദേഹം ഈ മണ്ഡലത്തിൽ മത്സരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും സ്ഥാനാർത്ഥി മത്സരിക്കുകയാണെങ്കിൽ ഇവിടെ നിലവിൽ ഒരു സാധ്യതയില്ല എന്ന് ചില ആളുകൾ പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ പറയുന്നത് UDF-ന് പിന്തുണ നൽകും, UDF-നെ വിജയിപ്പിക്കുക, പിണറായിസത്തെ അവസാനിപ്പിക്കുക എന്നതാണ് PV അൻവറിൻ്റെ കൂടെയുള്ള ആളുകൾ പറയുന്നത്. എന്തായാലും നിലമ്പൂരിനെ സംബന്ധിച്ച് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ജനങ്ങൾക്കിടയിൽ ഉള്ളത്, അല്ലെങ്കിൽ വലിയൊരു എതിർപ്പ് തന്നെയാണ് ജനങ്ങൾക്കിടയിൽ ഉള്ളത്.